ഗണേശായ നമഃ. നമസ്കാരം. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ പഞ്ചാംഗത്തിലൂടെ കടന്നുപോകാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് വ്യാഴാഴ്ച 2026 ജൂലൈ 2. ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ദ്വിതീയ തിഥിയാണ്. ദ്വിതീയ തിഥി പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനും വളരെ ഉത്തമമാണ്. ഉത്രാടം നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഊർജം നൽകുന്നു. വൈകുന്നേരം 4:38 വരെ വൈദ്യുതി യോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:45 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 ഉച്ചയ്ക്ക് 2:13 മുതൽ വൈകുന്നേരം 3:54 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:04 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താര-സിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ പങ്കാളിയുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ ഉള്ള ബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ ജോലിയെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിച്ചേക്കാം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക. ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കണമെന്നും അഹംഭാവം വെടിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നു. ഇന്ന് ഭാഗ്യം ലഭിക്കാൻ ഫോറസ്റ്റ് ഗ്രീൻ അഥവാ കടും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന് സ്വാധീനമുള്ളതിനാൽ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. പരിഹാരം പ്രകൃതിയുമായി ഇണങ്ങി അല്പസമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രായോഗികവും യുക്തിസഹവുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് കൂടുതൽ ആകർഷിക്കപ്പെടും. ജോലിസ്ഥലത്തുണ്ടാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാഴ്ചപ്പാടിലുണ്ടാകുന്ന ഈ മാറ്റം നിങ്ങൾക്ക് പല ഗുണങ്ങളും നൽകുകയും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന് അത് ഏറെ പ്രയോജനകരമാവുകയും ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കാം ഇത്. വ്യക്തിപരമായ തലത്തിൽ ഇന്ന് നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. അതിനാൽ അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം രാഹുവിന്റെ ഊർജം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനാൽ ഒരു രത്നമോ അല്ലെങ്കിൽ പരിഹാരക്രിയകളോ നിങ്ങൾക്ക് മാനസിക സന്തുലിതാവസ്ഥയും സമാധാനവും നൽകും. പരിഹാരം ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലാണ്. ഇന്ന് നിങ്ങൾക്ക് അലസതയും മടുപ്പും അനുഭവപ്പെടാം. അതിനാൽ എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും യാത്ര പോകാൻ തോന്നിയേക്കാം. മനസ്സിന് ഉന്മേഷം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് വെറുതെയിരിക്കാതെ ഈ സമയം പ്രയോജനകരമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാനാണ്.
നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് വീണ്ടും ലോകവുമായി ബന്ധപ്പെടുകയുള്ളൂ. അലസതയ്ക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. പകരം പുറത്തിറങ്ങുക, പുതിയ ഹോബികൾ പരീക്ഷിക്കുക, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക, നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാൻ മുന്നോട്ടു പോവുക. വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനം മൂലം 2026 വർഷം വരെ നിങ്ങൾക്ക് വളർച്ചയുടെ ധാരാളം അവസരങ്ങൾ ലഭിക്കും. അതിനാൽ സമൃദ്ധി ആകർഷിക്കാൻ ഒരു ശുഭകരമായ വസ്തുവോ യന്ത്രമോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ജോലികളിലും മറ്റു ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് അല്പം പ്രയാസകരമായി തോന്നിയേക്കാം. നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുന്നതിനാൽ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത കുറയാനും ശ്രദ്ധ വ്യതിചലിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ദിവസാവസാനത്തിൽ നിങ്ങളുടെ മിക്ക ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ഭാവിയിലെ സ്വപ്നങ്ങളിൽ മുഴുകാതെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാനാണ്. അതിനാൽ മനസ്സ് അമിതമായി അലഞ്ഞുതിരിയാതെ ശ്രദ്ധിക്കുക. ശരിയായ ഏകാഗ്രതയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഇത്തരം ശ്രദ്ധാശൈഥില്യങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ഈ വർഷം വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ആന്തരിക സമാധാനം ലഭിക്കാൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൂടെ കരുതുക. ഇന്നത്തെ പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കാണുക, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം ഇന്ന് നിങ്ങളുടെ മനസ്സിനെ വളരെ പോസിറ്റീവാക്കി മാറ്റും. ഇന്നത്തെ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. കൂടാതെ പുതിയ ആളുകളെ പരിചയപ്പെടാനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ന് വളരെ നല്ല ദിവസമാണ്. മടി കൂടാതെ മുന്നോട്ട് വന്ന് മറ്റുള്ളവരുമായി സംസാരിക്കുക. നിങ്ങളുടെ ആകർഷണീയതയും സംസാരശൈലിയും ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ മനസ്സിൽ മായാത്ത ഒരു സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് യാതൊരു മടിയുമില്ലാകുക. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മജന്ത നിറം ഇന്ന് നിങ്ങൾക്ക് നല്ല ഊർജം നൽകാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വൈകുന്നേരം 7:15 മുതൽ 8:30 മണിക്കിടയിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഈ വർഷം രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും മനസ്സിന് വ്യക്തത ലഭിക്കാനും ഒരു വിശുദ്ധ വസ്തു കൈവശം വയ്ക്കുകയോ ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്നൊരു നല്ല പുസ്തകം വായിക്കുക. കന്നി രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ദേഷ്യം പെട്ടെന്ന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ന് ഒരു അടുത്ത സുഹൃത്തുമായോ പങ്കാളിയുമായോ തർക്കത്തിന് കാരണമായേക്കാം. പ്രിയപ്പെട്ട കന്നി രാശിക്കാരെ, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ മുൻകൈയെടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. കന്നിരാശിയുടെ പ്രതിദിന ജാതകം മുന്നറിയിപ്പ് നൽകുന്നത് അനുസരിച്ച് വൈകുന്നേരം 4:30 മുതൽ 5:45 വരെ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വർഷം ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചേക്കാം. അതിനാൽ സ്ഥിരോത്സാഹം നിലനിർത്താൻ ഒരു പ്രത്യേക പെൻഡന്റ് ധരിക്കുന്നത് ഗുണകരമാകും. പരിഹാരം: ഇന്ന് ഒരു പുതിയ ഹോബി പരീക്ഷിച്ചു നോക്കൂ. നമസ്കാരം തുലാം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കഠിനാധ്വാനവും ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. ഇന്ന് ശാരീരികമായും മാനസികമായും നിങ്ങൾ ഏറ്റവും മികച്ച അവസ്ഥയിലായും നിങ്ങളുടെ ഉന്മേഷദായകമായ പെരുമാറ്റം വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും എല്ലാവരെയും ആകർഷിക്കും. നിങ്ങളുടെ ജോലിയിലെ പ്രകടനം കുതിച്ചുയരുകയും അത് നിങ്ങൾക്ക് വലിയ ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്യും. മൊത്തത്തിൽ അവസരങ്ങളും പോസിറ്റീവ് എനർജിയും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇത്. നിങ്ങളുടെ സാമൂഹികവും തൊഴിൽപരവുമായ നില മെച്ചപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. കാരണം വിജയം സുനിശ്ചിതമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം
ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണിവരെയുള്ള സമയം ഏറ്റവും ഭാഗ്യകരമാണ്. ഈ ദിവസം ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ തീവ്രമായ ഊർജത്തെ പ്രതിരോധിക്കാൻ ഒരു രത്നം അല്ലെങ്കിൽ വസ്തു കൈവശം വയ്ക്കുക. പരിഹാരം: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾക്ക് അസംതൃപ്തി അനുഭവപ്പെടാനും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വളരെയധികം മുഴുകിയിരിക്കുന്നതിനാൽ പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടാനും നിങ്ങളിലേക്ക് തന്നെ മടങ്ങാനും നിങ്ങൾ ഇപ്പോൾ സമയമായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകും. എന്നാൽ ഈ മനോഹരമായ അനുഭവം ആസ്വദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പരിധികളിൽ നിന്ന് പുറത്തു കടക്കുകയും 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയും വേണം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെ ഓരോ ദിവസത്തെയും അതിൻ്റെ പോക്കിൽ സ്വീകരിക്കാനാണ്. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ചാരനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം ശനിയുടെ കഠിനമായ പാഠങ്ങൾക്കിടയിൽ മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് മനസ്സിന് കുളിർമ നൽകുന്ന സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരരാശിയിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നിങ്ങൾ വളരെ ഉന്മേഷവാനായും ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെയും ഉണരും. ഈ പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും പ്രണയത്തിലും കുടുംബജീവിതത്തിലും വളരെ മനോഹരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ഈ സന്തോഷകരമായ മാനസികാവസ്ഥ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ ശുഭാപ്തി വിശ്വാസം ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സന്തോഷകരമായ സാന്നിധ്യം കൊണ്ട് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്തോഷിപ്പിക്കുക. അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഒരു യാത്ര പോകാൻ ഒട്ടും മടിക്കരുത്. ഈ സന്തോഷവും ശുഭാപ്തി വിശ്വാസവും എല്ലാവരിലേക്കും പകർന്നു നൽകുക. വ്യാഴം വർഷം മുഴുവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാൽ ഭാഗ്യത്തിനായി ഒരു പ്രത്യേക രത്നമോ ചിഹ്നമോ ഉപയോഗിക്കുക. പരിഹാരം: ഇന്ന് നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, മകരം രാശിയിൽ ചന്ദ്രൻ പ്രവേശിച്ചതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ അല്പം അകൽച്ച അനുഭവപ്പെട്ടേക്കാം. ഈ സാഹചര്യം ഉടൻ പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ നടന്നെന്ന് വരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്പം സ്വകാര്യതയും സഹാനുഭൂതിയും ആവശ്യമായിരിക്കാം. അവർക്ക് ആവശ്യത്തിന് സമയം നൽകുക. എന്നാൽ സംഭാഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സാഹചര്യം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വിവേകത്തോടെയും നയപരമായും പെരുമാറുക. ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങളുടെ റൊമാൻറ്റിക് വശം പുറത്തു കൊണ്ടുവരിക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പറയുന്നത് പ്രകാരം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയം റൊമാൻറ്റിക് കൂടിക്കാഴ്ചകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. രാഹുവിൻ്റെ ശക്തമായ സ്വാധീനത്താൽ ഊർജം ശുദ്ധീകരിക്കുന്നതിനായി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ വലിയൊരു ചിട്ടയും അച്ചടക്കവും പ്രകടമാക്കും. ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന കാര്യത്തിൽ പലപ്പോഴും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കാര്യക്ഷമമായും പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതായി തോന്നാതിരിക്കൂ. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറം തവിട്ടുനിറമാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഏറ്റവും ഭാഗ്യകരമായ സമയമാണ്. 2026-ൽ ശനിഗ്രഹം നിങ്ങളുടെ പാതയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതിനാൽ സ്ഥിരത നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്ന പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ മാനസിക ഉന്മേഷം നൽകും. പ്രിയ മീനം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം ഇന്ന് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നു. നിങ്ങളുടെ ധൈര്യത്തെക്കാളും കഠിനാധ്വാനത്തെക്കാളും ഉപരിയായി നിങ്ങളുടെ ഭാഗ്യം ഇന്ന് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും.
മീനം രാശിക്കാരെ, ഇന്ന് എല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ സ്വന്തം പരിശ്രമമില്ലാതെ തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. ഈ ഭാഗ്യത്തിന്റെ തരംഗത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം മുന്നേറുകയും ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധർ ഇന്ന് കടും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയം. അതിനാൽ പ്രധാനപ്പെട്ട മീറ്റിംഗുകളോ പരിപാടികളോ ഈ സമയത്ത് ക്രമീകരിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഏകാഗ്രതയും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ധ്യാനം സഹായിക്കും. പരിഹാരം: ഇന്ന് വീട്ടിൽ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.